ഓണം എക്സാം 2026 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 മാത്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. മാത്രമല്ല ഇന്നത്തെ സോഷ്യൽ സയൻസ് എക്സാമിൻ്റെ കീയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ഇതുവരെ നടന്ന എല്ലാ എക്സാമിൻ്റെ ഹിന്ദി, കേരള പാഠാവലി, സോഷ്യൽ സയൻസ് ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് നമുക്ക് ഫ്രാക്ഷൻ അല്ലേ, അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഒരു സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കും. വാട്ട് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 30/45? 30/45ൻ്റെ ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് 1/3, 2/3, 3/4, 1/5. ഇതിലേതാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ സിംപ്ലസ്റ്റ് ഫോം കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 30/45 ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന അതായത് കോമൺ ആയിട്ട് 30ലും 45ലും പോകുന്ന നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ 5 ആണെന്ന് മനസ്സിലാക്കാം. 5 ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? 0യും 5ഉം അല്ലേ? അതുകൊണ്ട് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് വെക്കാം. എന്നാൽ നമുക്ക് എളുപ്പത്തിൽ വേഗം കഴിയും. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 5. 30ൽ എത്ര പ്രാവശ്യം 5 പോകും? 6 ടൈംസ് ആണ്. അതേപോലെ 45ൽ 5 എത്ര ടൈംസ് ആണ്? 9 ആണ്. അപ്പോൾ 6/9 തന്നിട്ടുണ്ട്. എഗെയിൻ എന്താണ്? ഇതും കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 6/9 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 6/9 ആണ് നമുക്ക് കിട്ടിയത്. അതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമുക്കറിയാം 6ഉം 9ഉം 3ൻ്റെ കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 3, 9 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 2 ആണ്. 9 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 3 ആണ്. ഇനി ഏതെങ്കിലും നമുക്ക് സിമ്പിളാക്കാൻ പറ്റുമോ? ഇനി ഒന്നും സിമ്പിളാക്കാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. അപ്പോൾ 2/3 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 66 liters ഓഫ് മിൽക്ക് ഈസ് ടു ബി ഡിവൈഡഡ് ഈക്വലി among 24 people. ഹൗ മെനി ലിറ്റേഴ്സ് വിൽ ഈച്ച് പീപ്പിൾ ഗെറ്റ്? അപ്പോൾ 66 ലിറ്റർ മിൽക്ക് ഉണ്ട്. അത് എത്ര ആളിൽ ഡിവൈഡ് ചെയ്യണം? 24 ആൾക്കാരിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ എന്താ ചെയ്യുക? 66 ഡിവൈഡഡ് ബൈ നമ്മൾ ചെയ്യുക എന്താണ്? 66 എത്ര മിൽക്ക് ഉണ്ട്? 66 ലിറ്റർ ആണ്. അത് 24 ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർക്കാണ് നമ്മൾ വീതിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ 66 ഡിവൈഡഡ് ബൈ 24 എന്ന് നമ്മൾ എഴുതും. ഇനി നമ്മളിത് ഡിവൈഡ് ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 66നെ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. 66നെ നമുക്ക് എങ്ങനെ എഴുതാം? 6 × 11 എഴുതാം. അതേപോലെ തന്നെ 24നെ നമുക്ക് എന്ത് ചെയ്യാം? 6 × 4 എന്നാക്കാം. അപ്പോൾ ഇവിടെ 6 കോമൺ ആയിട്ട് വന്നു അല്ലേ? അപ്പോൾ 6 കോമൺ ആയി വന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് 6നെ അങ്ങോട്ട് ഒഴിവാക്കാം. 6 നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പം അങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം. 11/4 ആണുള്ളത്. ഓക്കെ, ഈ 11/4നെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഫ്രാക്ഷനിലേക്കാക്കി മാറ്റണം. 11/4 നമ്മൾ ഡിവൈഡ് ചെയ്തു. 11/4. അപ്പോൾ 4ൽ 11ൽ എത്ര ടൈംസ് 4 പോകും? 2 ടൈംസേ പോകുള്ളൂ. ബാക്കി 2 × 4 8 ആണ്. പിന്നെ നമ്മൾ 11 8 കുറയ്ക്കണം. 11 - 8 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. ഇനി നമ്മളിത് എങ്ങനെ എഴുതും? ഈ ആൻസർ ഇവിടെ എഴുതുക 2, പിന്നെ ഈ റിമൈൻഡർ ഇവിടെ എഴുതുക, പിന്നെ ഡിനോമിനേറ്റർ ഇങ്ങനെ എഴുതുക. ഒരു 2 3/4 ലിറ്റർ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. നമ്മൾ 66 ഡിവൈഡഡ് ബൈ 24 ചെയ്തു. നമ്മൾ ചെയ്തത് 6നെ കോമൺ ആയിട്ട് എടുത്ത് 6 × 11, 6 × 4 എന്ന് എഴുതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പോകും. എല്ലാം നമുക്ക് ആൻസർ ഒന്ന് തന്നെയാണ് കിട്ടുക. ഇപ്പോൾ 66 ആണ്. അപ്പോൾ 66 ഡിവൈഡഡ് ബൈ 2, 24 ഡിവൈഡഡ് ബൈ 2. 66നെ 2 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ, ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നേർപകുതി 33. 25 ഡിവൈഡഡ് 2, ദാറ്റ് ഈസ് 12. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 33 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് 11. 12 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് 4. അതാണ് നമുക്ക് കിട്ടിയത് നേരത്തെ 11/4. അപ്പോൾ ഇങ്ങനെ അത് നമ്മൾ ഒറ്റയടിക്ക് ചെയ്തു. ഇത് നമ്മൾക്ക് അത് അത്രയും അറിയുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം കോമൺ ആയിട്ടുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ നമ്മൾ നോക്കുക, ഇവിടെ 2 വർക്ക് ചെയ്യില്ല. കാരണം ഇവിടെ 3 എന്താണ്? ഓഡ് നമ്പറാണ്. അതുകൊണ്ട് നമ്മൾ 3 എടുത്തു. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യാം. ഇനി അടുത്തത് എന്താണ്?
A 140 centimeter long rope is cut into 16 pieces of equal length. What is the length of each piece? അപ്പോൾ 140 ലെങ്ത് ഓഫ് പീസ് എത്രയാണ് നമ്മൾ കണ്ടത് 140 ലോങ് റോപ്പിൻ്റെ സെൻറ്റിമീറ്റർ എന്താണ് ലെങ്ത് ഓഫ് റോപ്പ് എത്രയാണ് 140 ആണ്. അത് നമുക്ക് എത്ര പീസസ് ആയിട്ട് മാറ്റണം 16 പീസസ് ആയിട്ട് മാറ്റണം. ഓക്കെ, എഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇത് ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോവാം. അപ്പം നമുക്ക് കിട്ടുമോ നോക്കാം അല്ലേ. എല്ലാവർക്കും വലിയ നമ്പേഴ്സ് ഒന്നും പിടുത്തുണ്ടാവില്ല. അപ്പോൾ 140/16 ആണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ. ഇനി നമ്മൾ 140നെ ആദ്യം നമുക്കറിയാവുന്ന 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം 140 ഡിവൈഡഡ് ബൈ 2, അതായത് പകുതി, 140ൻ്റെ പകുതി 70, 16 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 8. എഗെയിൻ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 35ഉം കിട്ടി, ഇവിടെ എന്ത് കിട്ടി 4ഉം കിട്ടി അല്ലേ. 35/4. ഇനി നമുക്ക് എന്തിനേയും ചെയ്യാൻ പറ്റും, ഇത് രണ്ടും നമുക്ക് ഇനി അടുത്തൊരു സിംപ്ലസ്റ്റ് ഫോമിൽ ആക്കാനില്ല. ഇത് രണ്ടും വേറിട്ട് നിൽക്കുന്നതാണ്. ഇതിനെ നമുക്ക് 2 കൊണ്ട് ഒന്നും ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 4 കൊണ്ട് ഇത് പോവില്ല. അപ്പോൾ 35/4 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, 35 ഡിവൈഡഡ് 4നെ നമുക്ക് ഫ്രാക്ഷനിലാക്കാം. 35 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, അപ്പോൾ 35ൽ 4 എത്ര ടൈംസ് പോവും, 35 നമുക്ക് 32 വരെ അറിയാലോ, 32, 36. അപ്പോൾ 9 × 4 36, 8 × 4 32. അപ്പോൾ നമുക്ക് ഇവിടെ 32 ഉള്ളൂ വർക്ക് ചെയ്യുക, അതായത് 8 ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ അടുത്ത എന്താണ് ചെയ്യേണ്ടത്, 5ന്ന് 2 മൈനസ് ചെയ്തു, അപ്പോൾ നമുക്ക് 3 കിട്ടി. ഇനി നമ്മുടെ ആൻസർ നോക്കുക, ഇവിടെയാണ് നമ്മുടെ ആൻസർ കിടക്കുന്നത്. 8 നമ്മളിവിടെ എഴുതി, റിമൈൻഡർ ഉള്ളത് ഇവിടെ എഴുതി, നമ്മുടെ ഡിനോമിനേറ്റർ നമ്മൾ 4 എഴുതി. അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ, 8 3/4 സെൻറ്റിമീറ്റർ ആണ്. 8 3/4 സെൻറ്റിമീറ്റർ ആണ്. ഇത് വെറുതെ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾ ബുക്കും പെന്നും എടുത്തിട്ട് എന്നോടൊപ്പം തന്നെ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ഈ മെത്തേഡ് അറിയൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ 140/16 എഴുതി, പിന്നെ നമ്മൾ അതിനെ 2 കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കി. സിംപ്ലസ്റ്റ് ഫോം അങ്ങനെ നമുക്ക് കിട്ടിയത് 35/4 ആണ്. പിന്നെ നമ്മൾ അതിനെ 35/4 ചെയ്തു, അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, 8 3/4 കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 48/64. അപ്പം ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എഴുതാൻ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇപ്പോൾ 48 ഡിവൈഡഡ് ബൈ 64 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം 8 2ൽ ഡിവൈഡ് ചെയ്യാം. 48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 24 ആണ്. അതിൻ്റെ പകുതി എടുത്താൽ മതി. 64ൻ്റെ പകുതി എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് 32. എഗെയിൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. പിന്നെ എത്രയാണ്, അപ്പം 24 ഡിവൈഡഡ് ബൈ 12, 32 ഡിവൈഡഡ് ബൈ 16. ഇനിയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടി, 12 ഡിവൈഡഡ് ബൈ 2 6, പിന്നെ ഇത് 8. പിന്നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി, 3/4. ഓക്കെ, 3/4. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്, നമ്മുടെ ആൻസർ എത്രയാണ്, 3/4. നമ്മുടെ ആൻസർ എത്രയാണ്, 3/4. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ലവണ്ണം അറിയാം. ഇത് ഏതാ നമ്പർ എന്നൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്കിത് ചെയ്യാം. ഓക്കെ, 24 ആണ് ഇതിലെ രണ്ടിലും കോമൺ ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 24 കൊണ്ട് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടി. 48 ഡിവൈഡഡ് ബൈ 24 ദാറ്റ് ഈസ് 2. 64 ഡിവൈഡഡ് ബൈ 24 ദാറ്റ് ഈസ് 4. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഓക്കെ, റൈറ്റ് 1/2 വിത്ത് 36 ആസ് എ ഡിനോമിനേറ്റർ ഇൻ ദ ഫ്രാക്ഷൻ ഫോം. ഓക്കെ, 1/2നെ നമ്മൾ എന്ത് ചെയ്യണം, 36 ഡിനോമിനേറ്റർ ആവുന്ന രീതിയിൽ എഴുതണം. ഓക്കെ, 36 ഡിനോമിനേറ്റർ ആവുന്ന രീതിയിൽ നമ്മൾ എഴുതണം. അതെങ്ങനെ എഴുതാം, അപ്പം നമുക്ക് കിട്ടേണ്ട ഡിനോമിനേറ്ററിനെ നമ്മൾ ഇവിടെ എഴുതി വെച്ചു 36. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, 2നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 36 കിട്ടുക, 2നെ 16 അല്ല 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 36 കിട്ടുക. ഓക്കെ, 2 × 18 ആണ് 36. അപ്പോൾ നമ്മൾ 1നെയും എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം, 18 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 118/36. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ, 18/36. നമ്മൾ കുറേ ഡിവിഷന് മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ നമ്മൾ അമ്മാനമാടണം, എന്നാലേ നമുക്ക് ഈ ആൻസറൊക്കെ നല്ലോണം എഴുതാൻ പറ്റും. അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും,
ബൈ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്കത് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, 36 ആണ് ഡിനോമിനേറ്റർ വന്നത്. 2 ആണ് ഇവിടെ ഉള്ളത്. 2നെ 36ലേക്കാവാൻ 60 കൊണ്ടാണ് ഇൻറ്റു ചെയ്തത്. അപ്പോൾ നമ്മൾ 1നെയും എന്തോട് 18 കൊണ്ടാണ് ഇൻറ്റു ചെയ്തത്. അപ്പോൾ നമുക്ക് തന്നെ മിസ്റ്റേക്ക് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, 1 × 18, അപ്പോൾ 18/36. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 3 ഡിഫറെൻറ്റ് ഫോം ഓഫ് 1/5. 1/5ൻ്റെ 3 ഡിഫറെൻറ്റ് ഫോം എഴുതാം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/5നെ അങ്ങോട്ട് എഴുതുക. എന്നിട്ട് നമ്മൾ ആദ്യത്തെ നമ്മളെ മോസ്റ്റ് ഫേവറേറ്റ് നമ്പർ ഏതാ, 2 ആണ്. ഡിവിഷൻ ആയാലും ശരി, ഇൻറ്റു ആയാലും ശരി. അപ്പോൾ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. 1 × 2 2, 5 × 2 10, 2/10. അപ്പോൾ ഒരു നമ്പർ എത്രയാണ്, ഒരു ഫോം എത്രയാണ്, 2/10 കിട്ടി. ഇനി അടുത്ത 1/5 ഇൻറ്റു, ഇനി അടുത്ത നമ്മുടെ നമ്പർ 3 ആണ്. അപ്പോൾ 1 × 3 3, 5 × 3 50. അപ്പോൾ അടുത്ത നമ്പറും കിട്ടി, 3/15. ഓക്കെ, ഇനി അടുത്ത എന്താണ്, 1/5നെ നമുക്ക് 4 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ 1 × 4 4, 5 × 4 20. അപ്പോൾ അടുത്ത നമ്പർ എത്രയാണ്, 4/20. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫോംസ് കിട്ടി. ഏതൊക്കെയാണ്, 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 2/10 കിട്ടി. 3 കൊണ്ട് 2നെ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 3/15 കിട്ടി. അതേപോലെ 1/5നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 4/20 കിട്ടി. അങ്ങനെ 3 ഡിഫറെൻറ്റ് ഫോം നമുക്ക് കിട്ടി. അതെന്തായാലും വരും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, വേറെ നമ്പറൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത നോക്കാം. റൈറ്റ് 3 forms of number pairs 1/3 and 1/4 with the same denominator. സെയിം ഡിനോമിനേറ്റർ ആണെന്ന് അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പണിയുണ്ടല്ലേ നമുക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. 1/3ഉം 1/4ഉം വിത്ത് സെയിം ഡിനോമിനേറ്റർ ആവണം. അങ്ങനത്തെ 3 പെയറും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 1/3 എടുത്തു, 1/4ഉം എടുക്കാം. ഓക്കെ, സെയിം ഡിനോമിനേറ്റർ ആക്കാൻ 3ൻ്റെയും 4ൻ്റെയും ഒരു കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാണ്, ആദ്യത്തെ എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞുതരാം. 3, 6, 9, 12. അത് നമ്മളിങ്ങനെ എഴുതി വെക്കുക. 4, 8, പിന്നെ 12, 16. അപ്പോൾ ഇവിടെ രണ്ടും കോമൺ ആയിട്ട് ആര് വന്നു, 12 വന്നു. അപ്പോൾ നമുക്ക് 12 എടുക്കാം. ആദ്യം നമുക്ക് 12 എടുക്കാം. ഓക്കെ, അപ്പോൾ 1/3 12 ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ 1/3 12 ഡിനോമിനേറ്റർ ആക്കാണ്. 3 × 4 12. അപ്പം നമ്മൾ 1നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം, 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം നമുക്ക് 4/12 കിട്ടി. ഇനി അതേപോലെ തന്നെ 1/4നെയും ചെയ്യുക. 4നെ നമുക്ക് 12 കിട്ടണമെങ്കിൽ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 4 × 3 12. അപ്പം നമ്മൾ 1നെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 1 × 3 ദാറ്റ് ഈസ് 3. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെറ്റ് കിട്ടി. എന്താണ്, 3/12ഉം 4/12ഉം കിട്ടി. ഇനി ഇങ്ങനത്തെ 2 സെറ്റും കൂടി നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി നമുക്ക് 24 ആണ്. ഓക്കെ, 1/3 1/4, ഇനി നമ്മൾ 24 ആണ്. സെയിം ഡിനോമിനേറ്റർ. 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 24 കിട്ടുക, 6 ആണ്. അപ്പോൾ നമ്മൾ 1നെ 6 കൊണ്ട് ഇൻറ്റു ചെയ്തു, 6/24. ഇനി അടുത്തത് 24 ആണ്. 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 24 കിട്ടുക, 3നെ നമ്മൾ 8 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് 24 കിട്ടുക. അപ്പോൾ നമ്മൾ 1നെ 8 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 8/24. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് കിട്ടി, 8/24, 6/24. നമുക്ക് ഒന്നും കൂടി കണ്ടുപിടിക്കണം. 3 ഫോംസ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നമുക്ക് 36 എടുക്കാം. ഓക്കെ, 36 എടുത്തു. അപ്പോൾ 1/3നെ 36 കൊണ്ടാകുമ്പോൾ 3 × 12 ആണ് 36. അപ്പോൾ 1നെ നമ്മൾ 12 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ 12/36. ഇനി അടുത്ത 1/4 ആണ്, 36 ആണ്. 36നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 36 കിട്ടുക. 4നെ എന്തുകൊണ്ട്, 4 × 9 36. അപ്പോൾ നമ്മൾ 4നെയും ചെയ്തു. അപ്പോൾ 4/36. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരുന്നത് നമുക്ക് ആദ്യം കിട്ടിയ സെറ്റ് 4/12 ആണ്. രണ്ടാമത്തത് 3/12 ആണ്. രണ്ടാമത്തെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 8/24ഉം അതേപോലെ തന്നെ 6/24 ആണ്. ലാസ്റ്റ് നമ്മൾ ചെയ്തത് 12/36ഉം അതേപോലെ തന്നെ 9/36 ആണ് നമുക്ക് കിട്ടിയത്. ഇതൊക്കെ നിങ്ങൾ പെന്നും പേപ്പർ ഉപയോഗിച്ച് ചെയ്ത് പഠിക്കണേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കൊരു സിമിലാരിറ്റി ഇതിൽ കാണാം. ഇത് ആദ്യം നമ്മൾ 12 എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് ഞാൻ കാണിച്ചല്ലോ. 3ൻ്റെയും 4ൻ്റെയും മൾട്ടിപ്പിൾസ് അങ്ങോട്ട് എഴുതി. പിന്നെ വന്നതൊക്കെ 12ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്.
24, 36. അതൊരു ട്രിക്കാണ്, നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അനദർ ഫോം ഓഫ് 2/3? 2/3ൻ്റെ അനദർ ഫോം. 2/3ൻ്റെ അനദർ ഫോം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 2/3ൻ്റെ അനദർ ഫോം നമുക്ക് ഏതായാലും 4/3 അല്ല, 5/3 അല്ല. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം. പിന്നെ ഉള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെന്താ 2/3 4/3 അല്ല എന്ന് പെട്ടെന്ന് തോന്നിയത്? എന്തായാലും 3ൻ്റെ ഡിനോമിനേറ്റർ ഇപ്പോൾ 2/3 ആണെച്ചാൽ ഇപ്പോൾ 3ൻ്റെ എന്ത് അടുത്ത നമ്പർ കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഇൻറ്റു ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും 2ഉം 4ഉം വരില്ല. ഇനി അടുത്ത് നമുക്ക് നോക്കാം 2/3ൻ്റെ h/12 നോക്കാം. 2/3ൻ്റെ 3 കൊണ്ട് എന്ത് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക? 4 ഇൻറ്റു ചെയ്താലാണ്. അപ്പോൾ 2നെയും 4 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് h/12 കിട്ടി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ h/12 ആണ്. സർക്കിളായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. മെഷർ ആൻഡ് മാർക്ക് ദ ആംഗിൾ ഇൻ ദ ഫിഗർ ബിലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ മാർക്ക് ചെയ്യണം, ആംഗിൾ മെഷർ ചെയ്യണം. അത് അറിയാമല്ലോ. പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിലൂടെ എത്രയാണോ അതാണ് നമ്മുടെ മെഷർമെൻറ്റ്. പക്ഷേ ഇവിടെ നമുക്ക് ഇതൊന്നും പ്രൊട്രാക്ടർ ഒന്നും ചെയ്യാണ്ട് നമുക്കിത് എത്രയാണെന്ന് ഇതിലിപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് അതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതെങ്ങനെയാണ്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ അറ്റ് ദ സ്ക്വയർ കോർണർ? 45, 60, 90, 120. ഇത് ഞാൻ പറയും 120 ആണ്. എന്താ കാരണം? ഇത് 90 ഡിഗ്രി എബോവ് ആണ് അല്ലേ? 90 ഡിഗ്രി കുറവാണ് ഇതൊക്കെ ഉള്ളത്, 90 ഡിഗ്രി അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് 120 ഡിഗ്രി ആണ് നമുക്ക് മെഷർ ചെയ്യാണ്ട് തന്നെ പറയാം. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡ്രോ എ സർക്കിൾ, മാർക്ക് 5/8 പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് കളർ ഇറ്റ്. അപ്പോൾ നമുക്കറിയാലോ സർക്കിൾ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ സർക്കിൾ ഇങ്ങനെ വരച്ചു. അപ്പം നമ്മളിങ്ങനെ സർക്കിൾ ഇങ്ങനെ വരച്ചു. എന്നിട്ട് നമ്മൾ അതിനെ എത്ര പാർട്ടാക്കണം? 5/8. ഡ്രോ ആ സർക്കിള്. എന്നിട്ട് അതിനെ നമ്മൾ 8 പാർട്ടാക്കണം. 8 പാർട്ടാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യണം? 5 നമ്മൾ മാർക്ക് ചെയ്യണം. 1, 2, 3, 4, 5 ഇങ്ങനെ 5 പാർട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഇനി അടുത്തത് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദ 65 ഡിഗ്രി ആംഗിൾ മാർക്ക്ഡ് ഇൻ ദ ഫിഗർ? വാട്ട് ഫ്രാക്ഷൻ ഈസ് 295 ഡിഗ്രി? ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. 65ൻ്റെ ആദ്യം നോക്കാം. നമുക്ക് 360 ആണ് നമ്മുടെ സർക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത്. 360ൽ 65 എത്ര എന്നാണ്? 65/360. പിന്നെ 295 കാണിച്ചാൽ 295/360. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വോളിയത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി പഠിക്കണം. വോളിയത്തിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം.